കുറച്ചു കാലമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, ഇനി കോഡിംഗ് പഠിച്ചിട്ട് കാര്യമില്ല, എല്ലാം ചെയ്തോളും, ഡാറ്റാ സയൻസ് ജോലികൾ ഇനി ChatGPT കൊണ്ടുപോകും എന്നൊക്കെ. ഇത് കേട്ട് പേടിച്ച് പലരും പഠനം നിർത്തുന്നുണ്ട്. സത്യത്തിൽ വന്ന സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സും ടെസ്റ്റേഴ്സും ഇല്ലാതാകുമോ? ഇല്ല, അതാണ് സത്യം. കോഡിംഗ് എളുപ്പമാക്കും, പക്ഷേ കോഡ് പഠിച്ച ഒരു മനുഷ്യനെ റീപ്ലേസ് ചെയ്യാൻ അതിന് ഇനിയും ആയിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വിമാനത്തിൽ ഇപ്പോൾ ഓട്ടോ പൈലറ്റ് ഉണ്ട് എന്ന് കരുതി പൈലറ്റ് ഇല്ലാതിരിക്കോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് എയും. ഇതൊരു ടൂള് മാത്രമാണ്. കോഡ് എഴുതാൻ ഇത് സഹായിക്കും, പക്ഷെ എന്ത് കോഡ് എഴുതണം, ആ കോഡ് എന്തിനു ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് മുഴുവൻ നിങ്ങളാണ്. ഡാറ്റാ സയൻസിലായാലും ഫുൾ സ്റ്റാക്കിലായാലും ക്ലയന്റിന്റെ ആവശ്യം മനസ്സിലാക്കാൻ എയ്ക്ക് കഴിയില്ല. അതിന് എമ്പതി അല്ലെങ്കിൽ മനുഷ്യന്റെ ചിന്താശേഷി വേണം. പലരും ചിന്തിക്കുന്നത് എല്ലാം ChatGPT എഴുതി തരുമല്ലോ, പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെട്ട് പൈത്തണും ജാവയൊക്കെ പഠിക്കുന്നതെന്നാണ്. ഇവിടെയാണ് ഒരു വലിയ അബദ്ധം വരുന്നത്. തരുന്ന കോഡിൽ ഒരു തെറ്റുണ്ടായാൽ അല്ലെങ്കിൽ ക്ലയന്റിന് അതിലൊരു മാറ്റം വരുത്താൻ പറഞ്ഞാൽ അത് തിരുത്താൻ നമുക്ക് കോർ ബേസിക്സ് അറിഞ്ഞിരിക്കണം. കോഡിംഗ് അറിയാത്ത ഒരാൾ ഉപയോഗിച്ച് അത് വെറും കോപ്പി പേസ്റ്റ് മാത്രമേ അവിടെ നടക്കൂ. എന്നാൽ കോഡിംഗ് അറിയാവുന്ന ഒരാൾ ഉപയോഗിച്ചാൽ അയാൾ ഒരു സൂപ്പർ എഞ്ചിനീയർ ആവും. ഡേറ്റ അനലിറ്റിക്സിൽ എയ്ക്ക് ചാർട്ടുകൾ ഉണ്ടാക്കാം, പക്ഷെ ആ ഡേറ്റ നോക്കി ബിസിനസ് എങ്ങനെ വളർത്താം എന്ന ഡിസിഷൻ എടുക്കുന്നത് മനുഷ്യനാണ്. അതേപോലെ സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗിൽ എയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ ഒരു യൂസർക്ക് ആപ്പ് ഉപയോഗിക്കുമ്പോൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ന് ടെസ്റ്റ് ചെയ്യാൻ അതിന് മനുഷ്യൻ തന്നെ വേണം. ഫുൾ സ്റ്റാക്കിൽ ഒരു വലിയ വെബ്സൈറ്റിന്റെ ആർക്കിടെക്ചർ ഡിസൈൻ ചെയ്യാൻ നിങ്ങളുടെ ബുദ്ധി തന്നെ വേണം. അതുകൊണ്ട് പൈത്തൺ ആയാലും മേൺ സ്റ്റാക്ക് ആയാലും അതിന്റെ ഫൗണ്ടേഷൻ പഠിക്കുക തന്നെ വേണം. കമ്പനികൾക്ക് വേണ്ടത് വെറും കോഡ് ടൈപ്പ് ചെയ്യുന്ന റോബോട്ടുകളെ അല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവുള്ള മനുഷ്യരെയാണ്. ടൂളുകൾ ഉപയോഗിക്കാൻ തീർച്ചയായിട്ടും പഠിക്കണം, പക്ഷെ അത് നിങ്ങളുടെ കഴിവിനെ കൂട്ടാൻ മാത്രമാണ്. കോഡിംഗ് പഠിച്ചാൽ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിക്കും. അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ കേട്ട് പേടിക്കാതെ ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങും. പൈത്തൺ, ഡേറ്റാ സയൻസ്, ഫുൾ സ്റ്റാക്ക്, സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ്, അങ്ങനെ ആവട്ടെ, ബേസിക് സ്ട്രോങ് ആക്കുക. ഇതെല്ലാം ഏറ്റവും എളുപ്പത്തിൽ ടൂളുകളുടെ സഹായത്തോടെ എങ്ങനെ പഠിക്കാമെന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്.